Hello guys, welcome back to my another video. So ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി ഈദ് മുബാറക്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ഈദ് വിഭവമായിട്ടാണ്. നമ്മൾ ഈദിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വിഭവം മാംഗോ ആൻഡ് സഫ്രാൻ ഫിർണി എന്നൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എല്ലാവരും കാണിച്ചു തരാം. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണം വീഡിയോ അവസാനം വരെ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 50 ഗ്രാം പഞ്ചസാര വേണം, ഒരു 100 ഗ്രാം അരി എടുക്കണം. അത് ബസ്മതി റൈസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്, പക്ഷേ സേല റൈസ് ആവരുത്. അതുപോലെ തന്നെ ഒരു 2 മാംഗോ പ്യൂരി ഇതിലോട്ട് ആവശ്യമാണ്. പിന്നെ 1 ലിറ്റർ മിൽക്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അരി പൊതിർത്തിയെടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ബ്ലെൻഡറിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്യണം. അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പ്രകാരം ഏകദേശമൊക്കെ ഈ ഒരു തിക്കിൽ നമുക്കത് ആയി കിട്ടും. നമുക്ക് ഇങ്ങനെയാണ് അത് ആവേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ നമ്മളെ 1 ലിറ്റർ പാല് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. നല്ല തിളപ്പിച്ചതിന് ശേഷം നമ്മളെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ച നമ്മളെ റൈസ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 6 മിനിറ്റ് ഏകദേശം ടൈം എടുക്കും നമ്മൾ ആ ഒരു അരി വെന്ത് കിട്ടുന്നത് വരെ. അപ്പോൾ നിങ്ങൾക്കത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് ഇളക്കാതെ നിൽക്കരുത്, അടി പിടിക്കും, അതുപോലെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ട് കുക്കായി വരുന്ന വരെ നോക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുമ്പോൾ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ അരിയുടെ ആ ഒരു പേസ്റ്റ് കാണുന്നതെങ്കിൽ കുക്കായിട്ടില്ല. നിങ്ങൾക്കറിയാം അത് എത്രത്തോളം ആയി വരണം എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ അത് കുക്ക് ചെയ്തെടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബോയിൽ ആയതിനു ശേഷം മീഡിയം ഹീറ്റിലിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ റൈസിൻ്റെ പേസ്റ്റ് നമ്മളിതിൽ ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കൂടുതൽ ബോയിൽ ചെയ്യിപ്പിച്ച് പിന്നെ ഹൈ ഹീറ്റിലിടാതെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുന്നതിന് സ്ലറി എന്നാണ് പറയുക. ഒരു സോഫ്റ്റ് ഐസ്ക്രീം എന്നുള്ളൊരു പദം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മറ്റു സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു നുള്ളി ഏലക്കപ്പൊടി വേണം. അതുപോലെ ഒരു 8-10 ഇല്ലി കുങ്കുമം, അതുപോലെ 2 ടീസ്പൂൺ ഷുഗർ. അപ്പോൾ ഷുഗർ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളെ മാംഗോ പ്യൂരി മധുരം ഉണ്ടെങ്കിൽ ഷുഗർ കുറയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ. ഓക്കെ, ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിൽ വരുന്ന വരെ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് കാണാം നമ്മളെ ആ റൈസൊക്കെ കൂടെ നന്നായിട്ട് കുക്ക്ഡായി വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഈ രൂപത്തിൽ വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അത് ആക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു രൂപത്തിലായതിനു ശേഷം നമ്മളെ മാംഗോ പ്യൂരി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എടുത്തു വെച്ച മാംഗോ പ്യൂരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ വീണ്ടും വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിവിടെ നന്നായി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര, അതുപോലെ തന്നെ ഏലക്കപ്പൊടി, നമ്മളെ കുങ്കുമം, ഇതെല്ലാം കൂടി ഇതും ഇതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു ലോ ഹീറ്റിൽ ഒരു 2-3 മിനിറ്റ് ഇതും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമുക്കിനി അതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്ലാസ്സോ നിങ്ങൾക്ക് ബൗൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്തും നിങ്ങളിഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ അത് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ തിരിച്ചെടുക്കാൻ പോവാണ്.
അപ്പോൾ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് കിട്ടുക ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഇതോടുകൂടി നമ്മൾ മാംഗോ സഫ്രോൺ ഫിർണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു ഒരു ചെറിയ പീസ് മാംഗോ, അതുപോലെ തന്നെ ഒരു അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു മിൻറ്റ് ലീവ്സിൻ്റെ ഒരു ചെറിയ കഷ്ണം, അതെല്ലാം കൂടെ വെച്ച് നമുക്കത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഈ ഈദിന് നിങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഗസ്റ്റ് ഒരു പക്ഷേ വരാൻ സാധിക്കില്ല, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. എന്നിരുന്നാലും നിങ്ങൾ വീട്ടിലുള്ളവരിത് ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈദ് ആശംസകൾ.